അത് വലിയ സന്തോഷമാണ്. ചിത്രത്തിൽ ഒരു ഗാനം ആലപിച്ച രാകേഷ് ബ്രഹ്മാനന്ദൻ മൂവി കഫേക്കൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയിട്ടുണ്ട്. രാകേഷ് ബ്രഹ്മാനന്ദൻ, സ്വാഗതം മൂവി കഫേയിലേക്ക്. നമസ്കാരം. ആദ്യമായി ചിത്രം വളരെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. ചിത്രത്തിന്റെ വിജയത്തിൽ ഏറെ പങ്കുവച്ചിരിക്കുന്നത് ഗാനങ്ങൾ തന്നെയാണ്. രാകേഷ് ആലപിച്ച ഗാനമാണ് ഇപ്പോൾ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിരിക്കുന്നത്. എങ്ങനെ സന്തോഷം പങ്കുവയ്ക്കുന്നു? ഇപ്പോഴും ഈ പടത്തിൽ പാടിയതിൻ്റെ ഷോക്കിലാണ് ഞാൻ. കാര്യം നമ്മൾ കുട്ടിക്കാലം മുതലേ കണ്ടും കേട്ടും അനുകരിച്ചൊക്കെ ഒരുപാട് നടന്നിട്ടുള്ള ഒരു മഹാനടൻ്റെ പടത്തിൽ പാടുക, അതും ആ മഹാനടന് വേണ്ടി പാടുക എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഷോക്കിലാണ് ഞാനിപ്പോഴും. പിന്നെ പാട്ട് എനിക്കിൽ പാടാൻ അവസരമുണ്ടാക്കി തന്ന ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ബിജിബാലേട്ടനോടും ഒരിക്കലും തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ അനൂപേട്ടൻ, പിന്നെ എൻ്റെ പ്രൊഡ്യൂസർ മമ്മൂട്ടിക്ക, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ആദ്യത്തെ സോളോ ഗാനം തന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് വേണ്ടിയാണ് പാടിയിരിക്കുന്നത്. എങ്ങനെയാണ് ചിത്രത്തിലേക്ക് രാകേഷ് എത്തിയത്? കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ബഷീർ എന്നൊരു സംഗീത സംവിധായകൻ്റെ ഒരു ഖവാലി പാട്ട് പാടാനായിട്ട് എറണാകുളത്ത് പോയിരുന്നു. അപ്പോൾ അന്നാണ് ശരിക്കും ബിജിബാൽ എന്ന സംഗീത സംവിധായകനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു ഞാൻ പാടിയത്. അദ്ദേഹമായിരുന്നു ഓർക്കസ്ട്രേഷൻ. പക്ഷെ അന്ന് ഞാൻ പാടിയ പാട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, എൻ്റെ ശബ്ദം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ടാവും ഒരുപക്ഷെ എന്നെ ഇങ്ങനൊരു പ്രോജക്റ്റ് വന്നപ്പോൾ ഇതിലേക്ക് ക്ഷണിച്ചത് എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. തീർച്ചയായിട്ടും ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനൊരു വലിയൊരു ചിത്രത്തിൽ പാടുമെന്നും. ആ പാട്ടുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 50,000-ന് മുകളിൽ ആൾക്കാർ പാട്ട് കാണുകയും നല്ല നല്ല കമൻസ് ആ പാട്ടിന് വരികയും ചെയ്തു. ഇതൊക്കെ വിചാരിക്കാത്ത സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചതിൽ വളരെ സന്തോഷം. ചിത്രത്തിൽ പാട്ട് കേട്ടതിന് ശേഷം പ്രമുഖരാരെങ്കിലും വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരുന്നു? എങ്ങനെയായിരുന്നു പ്രതികരണങ്ങൾ? തീർച്ചയായിട്ടും ഇതുവരെ എനിക്ക് കിട്ടാത്ത അനുമോദനങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ ഡയറക്ടേഴ്സും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും. പിന്നെ ഇന്നത്തെ ഒരു മീഡിയ ആണല്ലോ, ഒരു കോമൺ മീഡിയ ആണല്ലോ ഫേസ്ബുക്കിലൂടെ എനിക്ക് കിട്ടുന്ന കമൻസും എൻ്റെ ഈ പാട്ട് ഷെയർ ചെയ്യുന്നതും ഒക്കെ ബിയോണ്ട് ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും മമ്മൂട്ടി സാറിന് വേണ്ടി പാടിയത് കൊണ്ടാണെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. പിന്നെ ആ ഒരു എന്താ പറയുക, നമ്മുടെയൊക്കെ ഒരു സൂപ്പർ ഹീറോയുടെ വായിൽ നിന്ന് അദ്ദേഹം പാടുന്നത് എൻ്റെ ശബ്ദത്തിലൂടെ പുറത്തു വരുന്നത് കേൾക്കാൻ ഉള്ളൊരു എന്താ പറയുക സുഖമുണ്ടല്ലോ, അത് ഭയങ്കര തന്നെയാണ്. എന്തായാലും ചിത്രത്തിൽ രാകേഷ് ബ്രഹ്മാനന്ദൻ ആലപിച്ച ഗാനരംഗം കണ്ട ശേഷം മടങ്ങിയെത്താം. ഇന്ദ്രനീലം കൊണ്ടിണക്കിയതാവണി ചുറ്റി വെള്ളപ്പഴും എണ്ണി എണ്ണി മാല കൊരുത്ത് കറുത്ത മാമിനു കണ്ണെഴുതി വെളുത്ത മാമിനു പൊന്നണിഞ്ഞ് മണിയറവാതിൽ തേടും നാണം കുണുങ്ങി പെണ്ണ് ഏലങ്കിടിയേലേലങ്കിടിയേലേലങ്കിടിയേലേലോ ദിന ദിന. രാകേഷ് ആനച്ചന്തത്തിൽ ഗാനം ആലപിച്ചപ്പോൾ തന്നെ മലയാളികൾ ശ്രദ്ധിച്ചതാണ്. ഏറെ വ്യത്യസ്തതയാർന്ന ഒരു ശബ്ദത്തിന്റെ ഉടമയാണ് രാകേഷ്. ഇത് പിതാവ് ബ്രഹ്മാനന്ദന്റെ ഒരു വിശേഷണവും കൂടിയായിരുന്നു, മലയാളത്തിലെ ഏറെ വ്യത്യസ്തതയാർന്ന ഒരു ശബ്ദം എന്നത്. അച്ഛന്റെ ശബ്ദം അതേപടി പകർന്നു കിട്ടിയ ഒരു മകൻ. ആ രീതിയിൽ എങ്ങനെ നോക്കിക്കാണുന്നു? അച്ഛന്റെ സ്വാധീനം എത്രത്തോളമുണ്ട് ജീവിതത്തിലും ഒപ്പം തന്നെ പാട്ടിന്റെ വഴിയിലും? ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സംഗീതജ്ഞൻ എന്ന നിലയിലും പിന്നെ ഒരുപാട് പക്ഷേ തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ എല്ലാ സ്വാധീനവും. അച്ഛൻ്റെ പാട്ടുകൾ, അച്ഛൻ്റെ സ്വഭാവം ഒക്കെ തന്നെയാണ് ഞാൻ എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. പിന്നെ തീർച്ചയായും നമ്മൾ ഒരു പാട്ടുകാരൻ എന്നും ഒരുപാട് പാട്ടുകൾ കേൾക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരാളായിരിക്കും. സ്വാഭാവികമായിട്ടും ഒരുപാട് പാട്ടുകൾ കേൾക്കുമ്പം പല ഗായകരുടെയും ആവാം. അപ്പോൾ അവരിലുള്ള നല്ല വശങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കാറുണ്ട്. പിന്നെ ഞാൻ ഒരിക്കലും മറ്റൊരു ഗായകനെ പോലെ പാടാൻ ശ്രമിക്കാറില്ല. അനുകരണം ശരിയായൊരു കാര്യമല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം.
അതുകൊണ്ട് തന്നെ ബോധപൂർവ്വം അത് ചെയ്യാറില്ല. പിന്നെ അച്ഛൻ്റെ പാട്ടുകൾ പാടുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ശബ്ദം വരാറുണ്ട്. കൃത്രിമമായിട്ട് ഉണ്ടാക്കി പാടാൻ ശ്രമിക്കാറില്ല. അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന പാട്ടുകളൊക്കെ തന്നെ ഇനി ഇതുവരെ പാടിയതും ഇനി കിട്ടാൻ പോകുന്ന പാട്ടുകളിലൊക്കെ തന്നെ ഞാൻ എൻ്റേതായൊരു മുദ്ര പതിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരിക്കലും മറ്റ് ഇതിനു മുമ്പേ പാടിയ ഗായകരുടെ ശബ്ദം അനുകരണം എനിക്ക് അത് അത്ര ഒരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. എനിക്കെന്തുണ്ട് അത് പാടുക, ഞാനിങ്ങനെ പാടുള്ളൂ. അല്ലാതെ എനിക്ക് ഉള്ള നന്മ കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ മമ്മൂട്ടിക്ക് വേണ്ടി ഗാനം ആലപിച്ചിരുന്നു. അതിനുശേഷം മകൻ ഇപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നു. ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞ രണ്ട് മഹാനടന്മാർ ഒരിക്കലും ലോകത്തെ ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഒരുപക്ഷെ മറ്റ് ഒരു സിനിമ മേഖലയിലും മറ്റ് രാജ്യങ്ങളിലെ ഒരു സിനിമകളിലും ഇത്രയും 30-35 വർഷം ഒരേപോലെ നിൽക്കുന്ന രണ്ട് മഹാനടന്മാരോ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടാണ്. പ്രായമാകുമ്പോൾ ചില നടന്മാർ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നോക്കിയാൽ അവർ വർഷം ഒരു പടമൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ തുടങ്ങിയ നാൾ മുതൽ ഈ കാലം വരെയും ഒരേപോലെ നിൽക്കുന്ന രണ്ട് നടന്മാരാണ്. നമ്മുടെ അഭിമാനമാണ് ഈ രണ്ട് നടന്മാർ നമുക്ക് മലയാളത്തിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദാസാറ് മമ്മൂട്ടി സാറിന് വേണ്ടി പാടിയിട്ടുണ്ട്. പിന്നെ വിജയ് പാടി. എൻ്റെ അച്ഛൻ കുറേ പാട്ടുകൾ അദ്ദേഹത്തിന് വേണ്ടി പാടിയിട്ടുണ്ട്. പിന്നെ എനിക്കും ഇത് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇതൊരു പക്ഷേ ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ കരുതുന്നു. കാര്യം ഹിന്ദിയിൽ അമിതാഭ് ബച്ചന് വേണ്ടിയിട്ട് കിഷോർ കുമാർ പാടിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനും പാടിയിട്ടുണ്ട്. പറഞ്ഞാൽ ശരിക്കും ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ എന്ന് പറയാം. രാകേഷിൽ നിന്ന് ഒരു ഗാനം എന്തായാലും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. മൂവി കഫേയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ജവാൻ ഓഫ് വെള്ളിമലയിലെ ആ ഗാനം ആലപിക്കാം. ഒര നിറഞ്ഞൊരു പാതിര, പരുവം വന്നൊരു പാതിര, കല്ലു കടഞ്ഞു പടച്ചതുപോലൊരു കറുത്ത പെണ്ണ്, കുത്തി എന്നെ നോക്കും കിടാത്തി പെണ്ണ്, അവളുടെ മൂക്കുത്തി അമ്പിളിത്തല്ല്, മുകിലണി മുടിക്കെട്ടിനു മല്ലികപ്പൂക്കൾ, നക്ഷത്തിര മല്ലികപ്പൂക്കൾ. ഒര നിറഞ്ഞൊരു പാതിര, പരുവം വന്നൊരു പാതിര, കല്ലു കടഞ്ഞു പടച്ചതുപോലൊരു കറുത്ത പെണ്ണ്, കുത്തി എന്നെ നോക്കും കീടാത്തി പെണ്ണ്. നന്ദി. ആനചന്ദ്രത്തിന് ശേഷം ഒരു ചെറിയ ഇടവേള വന്നു. ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വലിയൊരു ബ്രേക്കിലേക്ക് പോകുന്നു. ഇനിയുള്ള പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? ഞാൻ ആദ്യമായി പാടിയത് 2006 അതും ജയരാജ് സാറിൻ്റെ ജയറാമേട്ടൻ്റെ ചിത്രമായിരുന്നു ആനചന്ദ്രൻ. നല്ലൊരു ഡ്യുവറ്റാണ് പാടിയത്. പിന്നെ ഡയറക്ടർ സർജുലാൻ സാറിൻ്റെ SMS എന്നൊരു പടത്തിൽ ഇളയരാജ സാറിൻ്റെ മ്യൂസിക്കിൽ പാടി. പിന്നെ കുറച്ച് പടങ്ങൾ പാടിയിരുന്നു. പക്ഷേ അതൊക്കെ ഇങ്ങനെ റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ചെറിയൊരു ഗ്യാപ്പ്. പക്ഷേ സംഗീതത്തിൽ തന്നെ ആയിരുന്നു. പ്രോഗ്രാംസും മറ്റ് നോൺ ഫിലിമി സോങ്സൊക്കെ പാടി നടക്കുമായിരുന്നു. തീർച്ചയായിട്ടും ജവാൻ ഓഫ് വെള്ളിമല എൻ്റെ ജീവിതത്തിലെ വലിയൊരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി അടുത്തുള്ള പാട്ട് ഉണ്ട്. കുറച്ച് പാട്ടുകൾ പാടി വെച്ചിട്ടുണ്ട്. അതിൽ വളരെ അടുത്ത് പുറത്തിറങ്ങാൻ പോകുന്നത് അടുത്ത മാസം റിലീസിന് വെച്ചിരിക്കുന്ന രേവതി വർമ്മ ഡയറക്റ്റ് ചെയ്ത മാഡ് ഡാഡ് എന്ന ചിത്രമാണ്. നല്ല 8 പാട്ടുകളാണ് ആ ചിത്രത്തിലുള്ളത്. അതിനകത്ത് ദാസാർ പാടിയിട്ടുണ്ട്, ജയചന്ദ്രൻ സാർ പാടിയിട്ടുണ്ട്, ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട്, മഞ്ജരി, ശ്വേതയൊക്കെ പാടിയിട്ടുണ്ട്. നല്ലൊരു മ്യൂസിക് ആൽബം ആയിരിക്കും, യാതൊരു സംശയമില്ല. നല്ല കഥയാണ്. അതിൻ്റെ മെയിൻ കാസ്റ്റിംഗ് ലാൽ സാറാണ്, സിദ്ദിഖ് ലാൽ സാറാണ് അഭിനയിച്ചിരിക്കുന്നത്. PNV ആണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു നല്ലൊരു ഡ്യുവറ്റാണ് പാടിയിരിക്കുന്നത്. ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മയാണ്, സംഗീതം അലക്സ് പോളാണ്. ഞാനും ശ്വേതയും കൂടെയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയുള്ളൊരു പാട്ടാണത്. വളരെയധികം നന്ദി ശ്രീ രാകേഷ് ബ്രഹ്മാനന്ദൻ മൂവി കഫേക്കൊപ്പം എത്തി വിശേഷങ്ങൾ പങ്കുവച്ചതിന്. തുടർന്നുള്ള വഴികളിലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. മൂവി കഫേയിലൊരു ഇന്റർവെൽ.